കോതമംഗലം കുട്ടമ്പുഴ ഉരുളൻതണ്ണിയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധം ശക്തം. കോതമംഗലത്തും ഉരുളൻതണ്ണിയിലും ജനകീയ ഹർത്താൽ തുടരുകയാണ്. മരിച്ച എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ്. അതേസമയം 6 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് മൃതദേഹം നാട്ടുകാർ പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടുകൊടുത്തത്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചെയ്യുന്നുണ്ട്. എബി, പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. എപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കേണ്ട അത് അവസാനിക്കാറായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. തുടർന്ന് പള്ളിയിൽ പ്രാർത്ഥന, ശേഷം സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ, അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മോടൊപ്പം ഉണ്ട്. പ്രസിഡന്റ്, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇവിടെ നിന്ന് ഇവരുടെ എൽദോസിൻ്റെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് പ്രഥമ ശുശ്രൂഷകൾക്ക് ശേഷം പള്ളിയിലേക്ക് എടുക്കും. പള്ളിയിൽ നിന്ന് സെമിത്തേരിയിലേക്ക് ആണ് പോകുന്നത്. ഏകദേശം 3 മണിയോടുകൂടി എല്ലാം പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടൊരു ജനകീയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ടല്ലോ. 3 മണിക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോതമംഗലത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്നതാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്ത് ശരിക്കും എത്ര കുടുംബങ്ങളുണ്ട് ഈ താമസിക്കുന്നത്? ഏകദേശം 60ഓളം കുടുംബങ്ങൾ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധി പ്രത്യേകിച്ച് 10 പഞ്ചായത്തുകളാണുള്ളത്. അതിൽ 6 പഞ്ചായത്തുകൾ വന്യമൃഗശല്യം മൂലം വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് തുടക്കം കുറിച്ചപ്പോൾ തന്നെ ഈ വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് വിചാരിക്കുകയും അതിൻ്റെ ഭാഗമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനത്താരയിലൂടെ ട്രെഞ്ച് കുഴിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കുകയും അന്ന് മലയാറ്റൂർ DFO, കോതമംഗലം DFO അടക്കമുള്ളവർക്ക് രേഖാമൂലം കത്ത് കൊടുത്തിട്ടും അത് നിരസിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷേ അത്തരത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ പരമാവധി ഉപയോഗപ്പെടുത്തി ട്രെഞ്ച് കുഴിച്ചായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടക്കാതെ പോയപ്പോൾ ഈ സാമ്പത്തിക വർഷം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏറ്റെടുക്കാത്ത പദ്ധതിയാണ് ഹാങ്ങിങ് ഫെൻസിങ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കാൻ പോവുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പിടിപ്പുകേടിൻ്റെ അവസാനമാണ് എൽദോസിൻ്റെ മരണം. തൊട്ടടുത്ത ദിവസം MA കോളേജ് വിദ്യാർത്ഥി ആൻമരിയയുടെ മരണം. ആന പന തള്ളിവിട്ട് കുട്ടിയുടെ ദേഹത്ത് വീണ കുട്ടിയുടെ മരണമുണ്ടായി. നേര്യമംഗലത്ത് ഇന്ദിര എന്ന മറ്റൊരു വയോധികയുടെ മരണമുണ്ടായി. ഇത്തരത്തിൽ നിരവധി മരണങ്ങളും അതോടൊപ്പം തന്നെ നിരവധി അപകടങ്ങളും പിണ്ടിമന, കോട്ടപ്പടി, കീരമ്പാറ, കവളങ്ങാട്, പൈങ്ങോട്ടൂർ അടക്കമുള്ള കുട്ടമ്പുഴ അടക്കമുള്ള 6 പഞ്ചായത്തുകൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് ഒരിടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മുമ്പും കാണാത്ത രീതിയിലുള്ള വലിയ പ്രതിഷേധം നമ്മൾ ഇന്നലെ കണ്ടു, ഇന്നലെ രാത്രിയിൽ. ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് വരുന്നു, വാഗ്ദാനങ്ങൾ സാധാരണ പോലെ തന്നെ നൽകുന്നു. ഇപ്പോൾ അതിൻ്റെ നടപടികൾ എന്തെങ്കിലും ആയിട്ടുണ്ട്? 10 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു എന്ന് പറയുന്നു. അത് എത്തരത്തിൽ മാറാൻ കഴിയുമെന്നുള്ളത് തിരിച്ചറിയില്ല. അതോടൊപ്പം ഇന്ദിരയുടെ മരണമുണ്ടായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ വലിയ സമരപരിപാടി നടത്തിയപ്പോൾ ഇനി ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയത്. പക്ഷേ പോലീസ് അതിനെ അതിക്രൂരമായി കേസുകൾ ഉൾപ്പെടുത്തി ഇപ്പോൾ MLAയും മാത്യു കുളനാടൻ MLAയും ഡീൻ കുര്യാക്കോസ് MPയെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസിനെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെയും തുറങ്കിലടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടായത്. അതൊക്കെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത്. നടന്നു പോകുന്ന വഴി അവിടെ വഴിവിളക്ക് പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു സംഭവം അതിനുശേഷം ഇന്നലെ വളരെ വേഗം തന്നെ ഈ KCB അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും എന്നുള്ളത് തന്നെ. തീർച്ചയായും ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാവരും ചേർന്ന് നിന്നാൽ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ കഴിയും. പലപ്പോഴും അത്തരത്തിൽ പദ്ധതികൾ കൊണ്ടുവന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് നടപ്പിലാക്കാൻ വൈകിക്കുന്നു, അതിനെ നിരസിക്കുന്നു. അല്ലെങ്കിൽ വന്യമൃഗത്തിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയായി കാണുന്നത്.
തീർച്ചയായും ആ നിലയ്ക്ക് ഉള്ള വിമർശനങ്ങളൊക്കെ തന്നെ ആണ് ഉയർന്നു വരുന്നത്. നമ്മൾ ഇന്നലെയും കണ്ടതാണ് സമാനമായ രീതിയിൽ. ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള വലിയ പ്രതിഷേധം. അവിടെ ഏതാണ്ട് 60-ൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ കൃത്യമായിട്ടൊരു വഴിയില്ല, വഴിവിളക്കില്ല തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതൊന്നും ഒറ്റ ദിവസം ചൂണ്ടിക്കാണിക്കപ്പെട്ട സംഭവമല്ല. പല ആവർത്തി പറഞ്ഞ് മടുത്ത സംഗതികളാണ്. ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും പ്രതിഷേധം ഉൾപ്പെടെ ഇന്ന് നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഹർത്താൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും. ഒപ്പം സംസ്കാര ചടങ്ങ് 3 മണിയോടുകൂടി നടക്കും എന്നുള്ളതാണ് അറിയുന്നത്. അതിന് ശരി. എ.പി. മരിച്ച എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കോതമംഗലം ചേലാട് കൂറുമറ്റം സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക.